നല്ല മഴയുള്ളപ്പോൾ ഒരു ചൂട് ചായയും പക്കോടയും കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ആഹാ! നമുക്ക് ഒണിയൻ പക്കോടയും ചൂട് ചായയും ഉണ്ടാക്കി നോക്കാം. ആദ്യമായി നല്ല വലിപ്പമുള്ള ഒരു ബൗൾ എടുക്കുക. നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച സവാള കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് കൈകൊണ്ട് നമുക്ക് മെല്ലെ ഒന്ന് ഞെരടിയെടുക്കാം. ഇതിലേക്ക് ഒരു ബൈൻഡിങ്ങിന് വേണ്ടി 1/2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ക്രിസ്പി ആകാനായി 1/4 കപ്പ് റവ കൂടി ചേർക്കാം. ഒരു ഫ്ലേവർ കിട്ടാനായി 1/2 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കടലമാവ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കായം, ഉപ്പ്, ചില്ലി ഫ്ലേക്സ് എന്നിവ ഓരോന്നായി ഇട്ട് കൊടുക്കണം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഈ ചേരുവകളെല്ലാം കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം കുടഞ്ഞ് കൈകൊണ്ട് പതുക്കെ ഇളക്കുക. ഒരുപാട് ബലം പ്രയോഗിച്ച് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം തളിച്ച് പതുക്കെ മിക്സ് ചെയ്യുക. വെള്ളം ഒട്ടും കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുഴച്ച് വന്നപ്പോൾ സവാള കൂടുതലാണെന്ന് എനിക്ക് തോന്നിയതിനാൽ കഷ്ടിച്ചൊരു 1/4 കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആകെ 3/4 കപ്പ് കടലമാവും 1/4 കപ്പ് റവയുമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്യാം. വെള്ളം കുടഞ്ഞ് ഉരുട്ടാവുന്ന പരുവത്തിൽ കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. മാവ് കൂടിപ്പോയാൽ സവാളയുടെ കരുകരുപ്പ് നഷ്ടമാവും. ഇനി ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കുഴച്ചാൽ പക്കോട നല്ല ക്രിസ്പാകും. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. ഞാനിന്ന് റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ ചേരില്ല. അവർ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള മിശ്രിതം ഒരു സ്പൂൺ ഉപയോഗിച്ചോ കൈകൊണ്ടോ കുറേശ്ശെ കോരി എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. ഇടയ്ക്കൊരു പാത്രത്തിലെ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് മിശ്രിതം എടുത്താൽ ഒട്ടിപ്പിടിക്കാതെ ഫ്രീ ആയിട്ട് ഇടാൻ കഴിയും. ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ചൂട് കൂടിയാൽ പുറഭാഗം പെട്ടെന്ന് കരിയുകയും ഉള്ളു വേകാതെയും ഇരിക്കും. ഒരു പ്രാവശ്യം എണ്ണയിൽ മുങ്ങിക്കിടക്കാവുന്ന അത്രയുമേ ഇട്ട് കൊടുക്കാവൂ. 1/2 മിനിറ്റിന് ശേഷമേ ഇളക്കാൻ പാടുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവരും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഒണിയൻ പക്കോട. ഉണ്ടാക്കാനാവട്ടെ വളരെ എളുപ്പവും. നമ്മുടെ നാട്ടിലെ ഉള്ളി വടയേക്കാൾ നല്ല ക്രിസ്പി ആയിരിക്കുന്നത്. ഒട്ടും എണ്ണ കുടിക്കുകയുമില്ല. ചൂടോടെ ചില്ലി സോസോ ടൊമാറ്റോ സോസോ കൂട്ടി കഴിക്കാം. ചെറിയ തീയിലിങ്ങനെ തിരിച്ചും മറിച്ചും ഇളക്കി കൊടുക്കുക. നല്ല സ്വർണ്ണ നിറമാകുമ്പോൾ മൂത്ത് വരുന്നതായി മനസ്സിലാക്കുക. സവാളയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഒന്നുകൂടി നിറം മാറി തുടങ്ങുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒരുപാട് ബ്രൗൺ ആയാൽ കരിഞ്ഞ ടേസ്റ്റ് വരും. ഇങ്ങനെ കുറേശ്ശെ ബാച്ചുകളായി നമുക്ക് വറുത്ത് കോരാം. ഒരു ടിഷ്യൂ പേപ്പറിൽ നിരത്തിയിട്ടാൽ ബാക്കി എണ്ണയും തോർന്നിരിക്കും. നമ്മളിപ്പോൾ എല്ലാ ബാച്ചും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ നല്ല ചൂട് പക്കോട റെഡിയായിട്ടുണ്ട്. ചൂട് ചായയോടൊപ്പമോ കട്ടൻ കാപ്പിക്കൊപ്പമോ എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഈ ഒണിയൻ പക്കോട. ഇതോടൊപ്പം നമുക്കിനി ചായ ഉണ്ടാക്കണമല്ലോ. എന്നാൽ നമുക്ക് ഇനി ചായ തിളപ്പിക്കാനായി ഒരു സോസ് പാൻ ഇതേ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. വെള്ളം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിടുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. തിളച്ച് വരുമ്പോൾ ഒരു 3 ടീസ്പൂൺ തേയില ഇട്ട് കൊടുത്ത ശേഷം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് കടുപ്പം കുറച്ച് മതിയെങ്കിൽ 2 ടീസ്പൂൺ തേയില ഇട്ടാൽ മതിയാവും. നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് നല്ല കടുപ്പവും നല്ല കൂടുതൽ പാലുമൊക്കെ ചേർന്ന ചായയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 2 കപ്പ് പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് കൂടി തിളച്ച് നല്ല കടുപ്പവും കളറും ആയിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കാം. അധികം കടുപ്പം ഇഷ്ടമില്ലാത്തവർ ഒരുപാട് തിളപ്പിക്കേണ്ട, ചെറിയ കളറാകുമ്പോഴേ ഓഫാക്കാം. ഇനി ഇത് ഒരു ചായ അരിപ്പയിലൂടെ ഒഴിച്ച് അരിച്ചെടുക്കാം.
ഇത് നന്നായി അടിച്ചെടുത്ത് പതപ്പിക്കുന്നതിലാണ് ചായയുടെ സീക്രട്ട്. നമ്മുടെ ചായക്കടയിലെ ചായക്ക് ഇത്ര രുചി വരുന്നതിൻ്റെ രഹസ്യവും മറ്റൊന്നല്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്ത് നന്നായിട്ട് പതപ്പിച്ച് കപ്പുകളിലൊഴിച്ച് കുടിക്കാനായി റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ്? പക്കോടയും റെഡി, ചായയും റെഡി. അപ്പോൾ കഴിച്ചാലോ?